ചങ്ങന്മാരെ ഇന്ന് നമ്മളെ തൊട്ടടുത്ത് നമ്മളെ പൂരപ്പറമ്പ് അമ്പലത്തില് ഉത്സവമായിരുന്നു കേട്ടോ. അപ്പം വലിയൊരു ഉത്സവം തന്നെയാണ്, വെടിക്കെട്ടൊക്കെ ഉണ്ടാകുന്ന ഉത്സവമാണ്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും വെടിക്കെട്ടൊന്നുമില്ല. ഇതിന് പകരം ഇതുപോലുള്ള ഒരുപാട് എന്താ പറയാ വരവുകൾ, അതും അതിഗംഭീര വരവുകൾ. ഇപ്പോൾ അതുപോലെ ഫ്ലോട്ടുകളൊക്കെയാണല്ലോ, വലിയ വലിയ സംഭവങ്ങൾ. അതേപോലെ DJ ലൈറ്റുകളും, അതുപോലെ എന്താ പറയാ ആ ഒരു ഇത് പറപ്പിക്കണൊക്കെ ഉണ്ടല്ലോ, പൂട്ടി പറപ്പിക്കലും പരിപാടികളും. വേറെ ലെവല് വൈബായിരുന്നു. അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ കണ്ടു കിട്ടാം, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ലൈറ്റുകൾ, അതേപോലെ അതിൻ്റെ ആ ഒരു പൊട്ടി പറപ്പിക്കലും DJ ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു മക്കളെ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനൊരു പരിപാടിക്ക് പോയത്. നമ്മുടെ നാട്ടിലുള്ള ഈ പരിപാടിക്ക് അധികം കൂടുതലുള്ളൂ, കാരണം ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ. കാരണം ഒരുപാട് വരവുകൾ, അതൊക്കെ ഒന്നിനൊന്നും മെച്ചം. അപ്പോൾ ഇപ്പോൾ വരവുകളൊക്കെ വലിയ വലിയ മാറ്റം വന്ന് DJകളും മറ്റു ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ കാണാൻ രസമുണ്ട്. പിന്നെ വെടിക്കെട്ടില്ലാത്തതുകൊണ്ട് ആളുകൾ കുറച്ച് കുറവുണ്ട്, അതെന്തായാലും ഉണ്ടാവും. വെടിക്കെട്ട് ഉണ്ടാകുമ്പോഴാണ് അവിടെ ആളുണ്ടാവില്ല. അങ്ങനെ അതൊക്കെ കൂടി കണ്ടിങ്ങനെ വരും. സംഭവം നോക്കി, ഇതാണ് അമ്പലട്ട. അമ്പലത്തിൻ്റെ പൂരപ്പറമ്പ് അമ്പലം എന്ന് പറയും. പള്ളിയും അമ്പലവും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുന്നേ ഒരു വീഡിയോ അതിനെ പറ്റി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഇങ്ങനത്തെ വലിയ ഭീമാകാരനായിട്ടുള്ള എന്താ പറയുക, ഇയാളെന്താ പറയുക, കടുവല്ലല്ലോ മറ്റേ അത് കരടി വേറെ എന്തൊക്കെ അങ്ങനത്തെ രണ്ട് ആൾക്കാരുണ്ടായിരുന്നു. 2 കരടിയും ഉണ്ടായിരുന്നു, വേറെ എന്തോ ഉണ്ടായിരുന്നു. ആളെ കാണിച്ചേ, സൂപ്പറായി. ഏയ് സംഭവം കിട്ടല്ലോ. അപ്പോൾ എന്തായാലും മോനെ എല്ലായിട്ടും ഭയങ്കര കമ്പനിയാണ്. ഈ വരവിലിങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമുള്ള കാണാം. ഇപ്രാവശ്യം പോയപ്പോൾ തവിടുകൂടി ഭയങ്കര രസമായി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഫ്ലോട്ടുകളായിട്ടും രൂപങ്ങളായിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. അതുണ്ട ഇവിടെ തമാശ കളിക്കുന്ന ഒരുത്തൻ കയറി തമാശ കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ, പിന്നെ ലൈറ്റുകളാണ് വേറെ വൈബ്. അപ്പോൾ ഇങ്ങനെയുള്ള വരവുകളെ കാണാൻ ഭയങ്കര രസമാണ്. ലക്ഷങ്ങൾ പൊടിച്ചിട്ടുള്ള പരിപാടികളാണ്, ചെറിയ പരിപാടിയൊന്നുമല്ല. ചിലവുകളുടെ തണ്ടില്ലേ നേരത്തെ, അതുകൊണ്ട് കാണാൻ രസമുണ്ട്. അടിപൊളി സംഭവ പരിപാടികൾ. ഇങ്ങനത്തെ വലിയ വലിയ രൂപങ്ങളാണല്ലോ മറ്റേ സിനിമാ നടന്മാരൊക്കെ വന്നില്ല ചില പരിപാടിക്കൊക്കെ. അതേപോലെ ഓരോരോ വൈബ്. പിന്നെ ഹിന്ദുമതത്തിലെ ദൈവങ്ങളുടെ ഒരു രൂപങ്ങൾ തന്നെ വേറെ തന്നെ ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരട്ടോ. സംഭവം കിഡിലോസ്കി. മക്കളൊക്കെ കൊണ്ടുപോകണം പേടിക്കും, കാരണം ഇതൊക്കെ രൂപം കണ്ട് എൻ്റെ മോനെ ഞാൻ അതൊക്കെ കൊണ്ടുപോകാൻ തന്നെ പരിപാടിക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിലേ പ്രശ്നങ്ങളുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി പ്രശ്നങ്ങളാക്കേണ്ടവർക്ക് തരില്ലേ, കുട്ടികളൊക്കെ പേടിച്ച് നിൽക്കുന്ന ചിലവർ. ഇതൊക്കെയാണ് ഓരോരോ വരവും കാര്യങ്ങളും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദു ദൈവങ്ങളുടെ ഓരോ രൂപങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ വരവിൽ നല്ല ഭംഗിൻ്റെ രസമുണ്ടാവും. അയ്യോ, ഇതുപോലുള്ള ഒരുപാട് വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി വർക്ക്. പിന്നെ അവിടുത്തെ ഞാൻ പറഞ്ഞ ആ പൊട്ടിക്കൽ, ഇതിങ്ങനെ ആ ഒരു ശൃംഗാരിമേളോ ബാൻഡ് സെറ്റൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കണം. പിന്നെ ആ ഒരു നിര പൊന്തുണി എന്താണ് നിനക്ക് മനസ്സിലായില്ല, ഞാൻ ആദ്യമായിട്ടാണ്. എന്തായാലും പഴയ പോലെയല്ല, വരവുകളൊക്കെ ഇപ്പോൾ DJ സെറ്റപ്പിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. വൺ സെറ്റപ്പിലേക്ക് മാറി, ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല, എല്ലാത്തിലും DJ ഒക്കെ ഉണ്ട്. അയ്യോ, എന്തായാലും കാണാൻ പറ്റി. ഇങ്ങനെ ഇപ്പോൾ നേർച്ചകൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഉത്സവങ്ങൾ പോലെ തന്നെയാണ്. ചില നേർച്ചകളൊക്കെ ഉണ്ടല്ലോ, തവിട്ട് പൊട്ടിയെടുക്കേണ്ടത് ഇതിങ്ങനെ പൊട്ടിക്കാണ്ട് തവിട്ട് പൊടിയായിട്ട് ഇങ്ങനെ ആ പുകണ്ട് പൊന്തി കഴിഞ്ഞാൽ തന്നെ സാധനം പൊട്ടും. ഇങ്ങനെയാണ് കഥകൾ. അപ്പോൾ ഇങ്ങനെ പുളിയല്ലേ. അപ്പോൾ എന്തായാലും ഈ ഉത്സവത്തിന് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ, ഷെയർ ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കൂടി ഉണ്ടാവും. കാണാൻ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. പിന്നെ ഒരു കമൻ്റൊക്കെ അടിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു അടിപൊളി ഉത്സവം ആശംസിക്കുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല, അങ്ങനെ കണ്ടാൽ കണ്ണിന് കുടികുമ്മയാകും. പണ്ടൊക്കെ വെടിക്കെട്ടായിരുന്നു. വെടിക്കെട്ട് വീഡിയോ എടുക്കാനുള്ളൊരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും വെടിക്കെട്ടൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യമൊക്കെ വരുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. വെടിക്കെട്ട് വന്നാൽ ജനങ്ങളായിരിക്കും പൊളിച്ച് ആര് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ രസമാട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ വൈബ്. തവിടായില്ലേ. അപ്പോൾ ഏറെക്കുറെ എത്രയൊക്കെ തന്നെ പറയാനുള്ളത്. ഇപ്പം എന്തായാലും സംഭവം ഞാൻ അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അല്ലേ. തവിട്ടായിട്ടുണ്ട് കേട്ടോ.